നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത്. 5 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPക്ക് മുൻതൂക്കം തന്നെയാണ് ഇത്തവണയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം ബംഗാളിൽ വലിയൊരു അട്ടിമറി തന്നെയാണ് നടക്കുന്നത്. ബംഗാളിൽ മമതാ ബാനർജിക്ക് തുടർഭരണം കിട്ടില്ലെന്നും BJP അധികാരത്തിലെത്തുമെന്നാണ് പ്രധാന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിച്ചിരിക്കുന്നത്. 3 തവണ തുടർച്ചയായി ബംഗാൾ ഭരിച്ച മമതയ്ക്ക് 4ാമതും ഭരണ തുടർച്ച കിട്ടില്ലെന്ന് സർവേകൾ പറയുന്നത്. മമതയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ വരെ BJP തൂത്തുവാരുമെന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. BJPയുടെ ബംഗാളിലെ ജനകീയ നേതാവായ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. മാട്രിക്സ്, പ്രജാപോൾ, പിമാർക്ക്, പോൾ ഡയറി എന്നീ എക്സിറ്റ് പോളുകളാണ് BJP ഭരണത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നത്. വികസനം മുരടിച്ച ബംഗാളിനെ BJP വാഗ്ദാനം ചെയ്ത വികസനം എന്ന മുദ്രാവാക്യം ബംഗാളിലെ ജനങ്ങൾ ഏറ്റെടുത്തുവെന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ബംഗാളിൽ ഫലം കാണുമെന്ന് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. പിമാർക്ക് സർവേ പ്രകാരം ആകെയുള്ള 294 സീറ്റുകളിൽ BJP 150 മുതൽ 175 സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കുന്നു. പ്രജാപോൾ ആകട്ടെ BJPക്ക് 193 സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് പറയുന്നത്. മാട്രിക്സ് എക്സിറ്റ് പോൾ ആകട്ടെ BJPക്ക് 146 മുതൽ 161 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. മമതയ്ക്ക് 125 മുതൽ 140 സീറ്റുകൾ വരെയാണ് മാട്രിക്സ് കണക്കുകൾ പറയുന്നത്. പിമാർക്ക് 150 മുതൽ 175 സീറ്റുകൾ വരെയും തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് നില 100 മുതൽ 140 വരെ ചുരുങ്ങുമെന്നാണ് ഈ ഏജൻസികളെല്ലാം തന്നെ ഒരുപോലെ പറയുന്നത്. ഇത് മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വോട്ട് വിഹിതത്തിലും BJP വലിയ മുന്നേറ്റം നടത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോൾ ഡയറിയുടെ കണക്കുകൾ അനുസരിച്ച് BJP 45.87% വോട്ട് വിഹിതം നേടുമ്പോൾ തൃണമൂലിന് 40.32% വോട്ട് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതേസമയം ഒരു കാലത്ത് ബംഗാൾ ഭരിച്ചിരുന്ന ഇടതുമുന്നണിയും കോൺഗ്രസും ഇത്തവണയും ചരിത്രത്തിലില്ലാത്ത അവസ്ഥയിലാണ്. ഇടതുപക്ഷത്തിന് പരമാവധി 3 സീറ്റുകൾ വരെ മാത്രമേ സർവേകൾ കൽപ്പിക്കുന്നുള്ളൂ. എന്നിരുന്നാലും എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമല്ല എന്നതും ശ്രദ്ധേയമാണ്. പീപ്പിൾസ് പൾസ് നടത്തിയ സർവേയിൽ മമതാ ബാനർജി തന്നെ അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. അവർ തൃണമൂലിന് 177 മുതൽ 187 വരെ സീറ്റുകൾ നൽകുമ്പോൾ BJPയെ 100-ൽ താഴെ സീറ്റുകളിൽ ഒതുക്കുന്നു. വോട്ടർമാരുടെ കൃത്യമായ മനസ്സറിയാൻ മെയ് 4-ന് ഔദ്യോഗിക ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസും BJPയും ഇടതു പാർട്ടികളും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ ചതുഷ്കോണ മത്സരത്തിനാണ് ബംഗാൾ ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. ഇടതുപക്ഷം ബംഗാളിൽ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷവുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് കോൺഗ്രസും ഇത്തവണ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പശ്ചിമ ബംഗാളിലെ 294 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഏപ്രിൽ 23, 29 തീയതികളിലായിട്ടാണ് 2 ഘട്ടമായി വോട്ടെടുപ്പ് നടന്നത്. 2 വോട്ടെടുപ്പ് ഘട്ടത്തിലും വലിയ ശതമാനം പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ വർഷങ്ങളായി തുടരുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ശക്തമാക്കിയിരുന്നു. 2025 അവസാനത്തോടെ ബീഹാറിലെ NDA വിജയത്തിന് പിന്നാലെ ബീഹാറിൽ നിന്ന് ബംഗാളിലേക്ക് ഒഴുകുന്ന ഗംഗയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപമിച്ചത് ബംഗാളിലേക്കുള്ള BJPയുടെ ശക്തമായ കടന്നുകയറ്റത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തിയത്. അഴിമതി, ക്രമസമാധാന നില എന്നിവ ഉയർത്തിക്കാട്ടിയാണ് BJP തൃണമൂലിനെതിരെ കടന്നാക്രമണം നടത്തിയത്. ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ 152 സീറ്റുകളിൽ 110 എണ്ണവും BJP നേടുമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടിരുന്നു. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ അതൃപ്തിയും കരുതലും ഒരുപോലെ കാണാം. ന്യൂനപക്ഷ പ്രീണനം എന്ന ആരോപണം പല മണ്ഡലങ്ങളിലും പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ തൃണമൂലിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ BJP വലിയ മുന്നേറ്റം നടത്തിയതായാണ് സൂചന. എന്നാൽ 2011-ൽ ഇടതുപക്ഷത്തിന് 34 വർഷത്തെ ഭരണത്തിന് അറുതി വരുത്തിയപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു വലിയ വിപ്ലവ തരംഗം ഇത്തവണ ദൃശ്യമല്ല. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ ഭയന്ന് പല വോട്ടർമാരും പരസ്യമായ പ്രതികരണത്തിന് മടിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഭയത്തിനെതിരെയുള്ള പോരാട്ടമെന്ന് BJP തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുമ്പോൾ മമതയുടെ സ്വാധീനവും ബംഗാളി വികാരവും BJPയുടെ
അനായാസ വിജയത്തെ പ്രതിരോധിക്കുന്നു. മെയ് 4 വോട്ടെണ്ണുമ്പോൾ എക്സിറ്റ് പോളുകൾ ശരിയാകുകയും BJP സർക്കാർ രൂപീകരിക്കുകയും ചെയ്താൽ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ ഏറ്റവും വലിയ മാറ്റമായി മാറും. എന്നാൽ മമതയുടെ സ്വാധീനം ഒരു ഏകപക്ഷീയമായ ഫലത്തെ ഇപ്പോഴും തടയുന്നു എന്നതാണ് വസ്തുത. ഇടതുപക്ഷവും കോൺഗ്രസും ചിത്രത്തിൽ എങ്ങുമില്ലാത്ത അവസ്ഥയാണ്. ഇടതുമുന്നണി പരമാവധി 2 മുതൽ 3 സീറ്റുകളിലും കോൺഗ്രസ് 3 മുതൽ 5 സീറ്റുകളിലും ഒതുങ്ങുമെന്നാണ് സൂചനകൾ. ഇത് സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം പൂർണ്ണമായും BJPയും തൃണമൂലും തമ്മിലാക്കി മാറ്റി. ആദ്യഘട്ടത്തിൽ 91 മുതൽ 93% വരെ രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 17 കോടി വോട്ടർമാരുടെ വിധി എന്താണെന്ന് അറിയാൻ മെയ് 4 വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. പീപ്പിൾസ് പൾസ് ഒഴികെയുള്ള എല്ലാ സർവേകളും മമതാ ബാനർജിയുടെ പതനമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ബംഗാളിലെ വോട്ടർമാരുടെ മനസ്സ് മുമ്പും പ്രവചനാതീതമായിരുന്നതിനാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ അതോ മമത വീണ്ടും അത്ഭുതം കാട്ടുമോ എന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ വ്യക്തമാകൂ. ഏതായാലും 3 ദിവസം കൂടിയാണ് ശേഷിക്കുന്നത്. എക്സിറ്റ് പോളുകൾ പറയുന്ന കണക്കുകൾ എവിടെയൊക്കെ ശരിയാകും എവിടെയൊക്കെ തെറ്റും എന്നുള്ളത് നമുക്കും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരുന്ന് കാണാം.